ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? 6ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ യൂണിറ്റ് 3. ഇതാണ് ഇക്കായി 3 എന്ന് പറയുന്നത്. യൂണിറ്റ് 3യിലെ ഒരു കഹാനി സ്റ്റോറിയാണ് പഠിക്കാൻ പോകുന്നത്. കഹാനിയുടെ പേരെന്താണ്? ചലെ എന്നാണ്. ഈ കഹാനി എഴുതിയത് സരിക ഠാക്കൂർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചലെ എന്ന് പറയുന്ന കഹാനിയിലേക്ക് കിടക്കാം. കഹാനി ചലെ, സരിക ഠാക്കൂർ. ഓക്കെ, അപ്പം കഹാനി ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് നമുക്കിത് വായിച്ചിട്ട് ഇതിന്റെ മീനിങ്ങിലേക്ക് കിടക്കാം. टुकू कई दिन से साइकिल की जिद कर रहा था. अम्मा ने टुकू के लिए साइकिल और अपने के लिए एक स्कूटी खरीद ली. पर आपको तो स्कूटी चलाना नहीं आता, टुकू ने अम्मा से कहा. तुम्हें भी तो साइकिल चलाना नहीं आता, अम्मा ने कहा. मैं सीख लूंगा धीरे धीरे, टुकू बोला. मैं भी सीख लूंगी धीरे धीरे, अम्मा हंसते हुए बोली. उस रात दोनों को नींद न आई. ഓക്കെ, അപ്പം ഈ പാരഗ്രാഫിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഇവിടെ 2 ക്യാരക്ടേഴ്സ് ആണുള്ളത്. ഒന്ന് ടുക്കു, പിന്നെ ടുക്കുവിന്റെ അമ്മ. ഓക്കെ, അപ്പം ഇവർ രണ്ടുപേരുമാണ് ഈ കഥയിലെ മെയിൻ ക്യാരക്ടേഴ്സ്. അപ്പം അവർ തമ്മിലുള്ള സംഭാഷണമാണ് നമുക്ക് നോക്കാം. टुकू कई दिन से साइकिल की जिद कर रहा था. അപ്പം എന്താണ്? ടുക്കു എന്ന് പറയുന്ന കുട്ടി എന്താണ്, കുറച്ച് ദിവസങ്ങളായി സൈക്കിളിന് വേണ്ടി അവന്റെ അമ്മയോട് ശാഠ്യം പിടിക്കുകയായിരുന്നു. ഓക്കെ, അതാണ് ടുക്കു എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ പേര്. കൈ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിൽ കൂടുതൽ ദിവസം. കൈ ദിൻ കുറച്ചു ദിവസങ്ങൾ കൊണ്ട്, സൈക്കിൾ കി സിദ് എന്ന് പറഞ്ഞാൽ എന്താ? സൈക്കിള് വേണം എന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കുകയാണ്. സിദ് കർ റഹാ ഹെ എന്ന് പറഞ്ഞാൽ ശാഠ്യം പിടിക്കുകയാണ് എന്നാണ് അർത്ഥം വരുന്നത്. अम्मा ने टुकू के लिए साइकिल और अपने लिए एक स्कूटी खरीद ली. അപ്പൊ അമ്മ എന്ത് ചെയ്തു? ടുക്കുവിന് വേണ്ടിയിട്ട് ഒരു സൈക്കിളും അതേപോലെ അവർക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്ത് വാങ്ങി? ഒരു സ്കൂട്ടിയും വാങ്ങി. ഓക്കെ, അതാണ് ഈ സെന്റൻസ് പറയുന്നത്. അമ്മ ने टुकू के लिए साइकिल और अपने के लिए एक स्कूटी खरीद ली. पर आपको तो स्कूटी चलाना नहीं आता, टुकू ने अम्मा से पूछा. അപ്പൊ എന്താണ്? ടുക്കു അമ്മേനോട് ചോദിച്ചു, എന്താണ്? നിങ്ങൾക്ക് സ്കൂട്ടി ഓടിക്കാൻ അറിയില്ലല്ലോ. സ്കൂട്ടി ചലാന, ചലാന എന്ന് പറഞ്ഞാൽ എന്താ? വണ്ടി ഓടിക്കുക, ഡ്രൈവ് ചെയ്യുക. ഓക്കെ, സ്കൂട്ടി ഓടിക്കാൻ നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് ടുക്കു ആരോട് ചോദിച്ചു? അമ്മേനോട് ചോദിച്ചു. तुम भी तो साइकिल चलाना नहीं आता, अम्मा ने कहा. അപ്പൊ എന്താ? തുമേ ബി എന്താണ്? ടുക്കുവിനും സൈക്കിൾ ഓടിക്കാൻ അറിയില്ലല്ലോ എന്ന് ആര് പറഞ്ഞു? അമ്മ പറഞ്ഞു. മീ സീഖ് ലൂങ്ക ധീരെ ധീരെ, ടുക്കു ബോല. അപ്പൊ ടുക്കു എന്ത് പറഞ്ഞു? ഞാൻ പഠിച്ചോളാം മെല്ലെ മെല്ലെ. സീഖ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും കാര്യം നമ്മൾ പഠിക്കുന്നതിനാണ് എന്താ പറയാ? സീഖ് ലൂങ്ക എന്ന് പറയുന്നത്. ധീരെ ധീരെ എന്ന് പറഞ്ഞാൽ എന്താ? മെല്ലെ മെല്ലെ. ഓക്കെ, അടുത്ത സെന്റൻസ് നോക്കിയാലോ. മേ ബി സീഖ് ലൂങ്കി ധീരെ ധീരെ. അപ്പൊ അമ്മ എന്ത് പറഞ്ഞു? ഞാനും പഠിച്ചോളാം മെല്ലെ മെല്ലെ, ഞാനും പഠിച്ചോളാം. അമ്മ ഹസ്തേ ഹുയേ ബോലി. അമ്മ ചിരിച്ചുകൊണ്ട് ടുക്കുവിനോട് പറഞ്ഞു. ഓക്കെ, ഉസ് രാത് ദോനോ കോ നീന്ത് ന ആയി. ആ ദിവസം അവർക്ക് രണ്ടുപേർക്കും ഉറക്കം വന്നില്ല. ഉസ് രാത്, ആ രാത്രിയിൽ. രാത്ത് എന്ന് പറഞ്ഞാൽ രാത്. ദോനോ, ദോനോ എന്ന അർത്ഥം എന്താണ്? രണ്ടുപേർക്കും. നീന്ത്, നീന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറക്കം. ന ആയി, വന്നില്ല. ഓക്കെ, കൂട്ടുകാർക്ക് ഈ ഒരു സെക്ഷനിലെ മീനിങ്ങും സെന്റൻസുകളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇതാണ് ടുക്കു. ടുക്കുവിന്റെ അമ്മ സ്കൂട്ടിയിൽ പോകുന്നതായിട്ടാണ് ഇവിടെ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അടുത്തത് ഇത് വായിക്കാം. सुबह टुकू ने अपनी साइकिल निकाली और अम्मा ने अपनी स्कूटी. ज्यादा दूर मत जाना, अम्मा ने टुकू को समझाया. आप भी ज्यादा दूर मत जाना, टुकू ने अम्मा को समझाया. टुकू ने पहले आधा पेडल मारा. आधा पेडल मारते मारते सीट पर बैठने की कोशिश की,
पर जैसे ही वो सीट पर बैठा हैंडल घुमा, पाव पेडल तक ना पहुंचे, बैलेंस बिगड़ा, साइकिल टुकु दोनों गिर पड़े, दडाम. ഓക്കെ, അപ്പം ഇതാണ് ഈ പോർഷന്റെ മീനിങ്. നമുക്ക് നോക്കാം. सुबह टुकू ने अपनी साइकिल निकाली और अम्मा ने अपनी स्कूटी. അപ്പൊ എന്താണ് ഇതിന്റെ മുന്നത്തെ ദിവസം എന്താണ്, ടുക്കു ഷാഡിയും പിടിച്ചിട്ട് അവന്റെ അമ്മയുടെ അടുത്ത് നിന്ന് സൈക്കിള് വാങ്ങി, അതേപോലെ അമ്മ അവർക്ക് എന്ത് വാങ്ങി, സ്കൂട്ടി വാങ്ങി. അപ്പം നെക്സ്റ്റ് ദിവസം രാവിലെ എന്താണ് ടുക്കു ചെയ്യുന്നത്, ഈ സൈക്കിൾ എടുത്തിട്ട് പുറത്തേക്ക് ഇറക്കി. ഓക്കെ, സുബ ടുക്കുനെ അപ്നി സൈക്കിൾ നിക്കാലി. സുബ എന്ന് പറഞ്ഞാൽ എന്താണ്, രാവിലെ. ഓക്കെ, അപ്പിനി എന്ന് പറഞ്ഞാല് ടുക്കുവിന്റെ, സൈക്കിൾ നിക്കാലി, സൈക്കിൾ എന്ന് പറഞ്ഞാൽ സൈക്കിൾ നിക്കാലി എന്ന് പറഞ്ഞാൽ എന്താ, പുറത്തെടുത്തു. ഓർ അമ്മാനെ അപ്നി സ്കൂട്ടി, അമ്മ എന്ത് ചെയ്തു, അമ്മയുടെ സ്കൂട്ടി പുറത്തെടുത്തു. സ്യാദാ ദൂർ മത് ജാന, അമ്മാനെ ടുക്കു കോ സംജായ. സ്യാദാ ദൂർ മത് ജാന എന്ന് പറഞ്ഞാൽ എന്താ, കുറെ ദൂരമൊന്നും എന്ന് പറഞ്ഞാൽ കുറെ ദൂരമൊന്നും സൈക്കിൾ കൊണ്ട് പോകരുത് എന്ന് അമ്മ ടുക്കുവിനെ പറഞ്ഞ് മനസ്സിലാക്കി. അമ്മാനെ ടുക്കുക്കോ സംജായ, പറഞ്ഞ് മനസ്സിലാക്കുന്നതിന്റെ ഹിന്ദിയാണ് സംജായ. ആ ബി സ്യാദാ ദൂർ മത് ജാന, ടുക്കുവിനെ അമ്മാക്കോ സംജായ. അപ്പൊ ടുക്കു അമ്മേനോടും പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് കുറെ ദൂരെയൊന്നും പോകരുത് എന്ന് ടുക്കുവും അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ടുക്കു നെ പെഹലെ ആധാ പെഡൽ മാരാ. ബട്ട് ടുക്കു ഫസ്റ്റ് എന്ത് ചെയ്തു, സൈക്കിളിൽ കയറി നിന്നിട്ട് അവന്റെ കാല് വെച്ചിട്ട് സൈക്കിളിന്റെ പെഡലിലേക്ക് ചവിട്ടാൻ തുടങ്ങി. ആധാ എന്ന് പറഞ്ഞ പകുതി. ആധാ പെഡൽ മാർത്തെ മാർത്തെ സീറ്റ് पर बैठने की कोशिश की. അപ്പൊ എന്താണ്, പകുതി പെഡല് ചവിട്ടി ചവിട്ടി, മാർത്തെ മാർത്തെ സീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സീറ്റ് എന്ന് പറഞ്ഞാൽ സൈക്കിളിന്റെ സീറ്റ് ആണ്. ഓക്കെ, സീറ്റ് पर बैठने എന്ന് പറഞ്ഞാൽ എന്താ, ഇരിക്കാൻ. കോശിഷ് की എന്ന് പറഞ്ഞാൽ എന്താ, പരിശ്രമിച്ചു. ഓക്കെ, पर जैसे ही वो सीट पर बैठा हैंडल घुमा. ഓക്കെ, എന്താണ്, അവൻ ടുക്കു എന്താണ് സൈക്കിളിലേക്ക് ഇരിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും എന്താണ്, ജൈസേ ഹി വോ സീറ്റ് പർ ബൈട്ട, അവൻ സീറ്റിലേക്ക് ഇരിക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഹാൻഡിൽ ഗുമ, അവൻ പിടിച്ച ഹാൻഡില് എന്താണ്, പെട്ടെന്ന് നമ്മുടെ ബോഡി ബാലൻസ് ചെയ്ത് ആ സീറ്റിലേക്ക് ഇരിക്കാൻ പോയപ്പോഴത്തേക്ക് ഹാൻഡിൽ എന്താണ്, വളഞ്ഞുപോയി. പാവ് പെഡൽ തക് നിഹി പൗഞ്ചി. അപ്പൊ അവൻ സീറ്റിൽ ഇരിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അവന്റെ കാല് പെഡലിന്റെ അവിടെ എത്തുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, ബാലൻസ് ബിഗഡ, ബാലൻസ് തെറ്റിപ്പോയി. ബിഗഡ എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി, അല്ലെങ്കിൽ ബാലൻസ് പോയിട്ട് അവൻ വീഴാൻ പോകുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തി. സൈക്കിൾ ടുക്കു ദോനോ ഗിർപ്പടെ ദഡാം. ഓക്കെ, അപ്പൊ എന്താണ് സംഭവിച്ചത്, അവൻ പെഡല് പകുതി ചവിട്ടി സീറ്റിലേക്ക് ഇരിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും അവന്റെ ഹാൻഡിൽ ബാലൻസ് പോകുകയും അവൻ എന്ത് ചെയ്തു, ടുക്കുവും സൈക്കിളും കൂടെ മറിഞ്ഞ് വീഴുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സെക്ഷൻ നോക്കിയാലോ കൂട്ടുകാരെ. ഇതാണ് എന്ത്, ടുക്കു സൈക്കിള് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, उधर अम्मा स्कूटी सीख रही थी. उन्होंने हैंडल को दोनों हाथों से कसकर दामा. बाएं हाथ से ब्रेक दबाया, दाएं हाथ से एक्सीलेटर घुमाया, पर स्कूटी वहीं खड़ी रही. फिर अम्मा ने ब्रेक छोड़ दिया. ब्रेक छोड़ते ही स्कूटी उछली और पिछले पहिए पर खड़ी हो गई. ഓക്കെ, അപ്പൊ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഉദർ അമ്മ സ്കൂട്ടി സീഖ് രഹി തി. അപ്പൊ എന്താണ്, അപ്പം മകനായിട്ടുള്ള ടുക്കു എന്ത് ചെയ്തു, സൈക്കിൾ ഓടിക്കാൻ ശ്രമിച്ചു, സൈക്കിളിൽ നിന്ന് വീണു. ഇപ്പൊ അമ്മ എന്താണ് ചെയ്യുന്നത്, അമ്മ സ്കൂട്ടി ഓടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സീഖ് രഹി തി, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉന്നോനെ ഹാൻഡിൽ കോ ദോനോ ഹാത്ത് സെ കസ്കർ ദാമ. അപ്പൊ എന്ത് ചെയ്തു, അവരെന്ത് ചെയ്തു, അവരുടെ രണ്ട് കൈകളും എന്ത് ചെയ്തു, ഹാൻഡിലേക്ക് പിടിച്ചു. കസ്കർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, മുറുകെ പിടിച്ചു. ഓക്കെ, ബായേ ഹാത്ത് സെ ബ്രേക്ക് ദബായ.
ബായേ ഹാത്ത് എന്ന് പറഞ്ഞാൽ ഇടത് കൈ കൊണ്ട് ബ്രേക്കിൽ പിടിച്ചു. ദായേ ഹാത്ത് സെ ആക്സിലേറ്റർ ഗുമായ. ഓക്കെ, അപ്പൊ എന്താ, റൈറ്റ് ഹാൻഡ് അല്ലെങ്കിൽ വലത് കൈ കൊണ്ട് എന്ത് ചെയ്തു, ആക്സലറേറ്റർ കൊടുത്തു. പർ സ്കൂട്ടി വഹി കടി രഹി. എന്നാൽ എന്താ, ആക്സിലേറ്റർ കൊടുത്തിട്ട് വണ്ടി അവിടെ തന്നെ മൂവ് ചെയ്യാതെ നിന്നു. ഫിർ അമ്മാനെ ബ്രേക്ക് ചോട് ദിയ. എന്താണ്, അമ്മ പതുക്കെ ബ്രേക്ക് വിട്ടു. അപ്പൊ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയം ബ്രേക്ക് വിട്ടിട്ട് ആക്സിലേറ്റർ കൊടുത്താൽ എന്താണ്, വണ്ടി സ്പീഡിൽ പോകും അല്ലേ, അതാണ് സംഭവിച്ചത്. ബ്രേക്ക് ചോड़ते ही സ്കൂട്ടി ഉജലി और पिछले पहिए पर खड़ी हो गई. എന്താണ് ഇവിടെ സംഭവിച്ചത്, ബ്രേക്ക് ചോड़ते, ബ്രേക്ക് സ്കൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ആക്സിലേറ്റർ ഫുള്ള് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ്, പിച്ചിലെ പഹിയെ, ബാക്കിലെ ടയറിൽ വണ്ടി പൊന്തി നിന്നു, അതാണ് സംഭവിച്ചത്. ഓക്കെ, കൂട്ടുകാർക്ക് ഈ ഭാഗം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇതാണ് അമ്മ എന്താണ്, സ്കൂട്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് സ്കൂട്ടിയിൽ കയറിയിട്ട് ഹാൻഡിൽ കൈ പിടിച്ച് വെച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതെന്താണ്, അതിന് തൊട്ടു മുന്നേ ടുക്കു എന്താണ്, സൈക്കിൾ ഓടിച്ചിട്ട് സൈക്കിളിൽ ഫസ്റ്റ് പെഡൽ ചവിട്ടിയിട്ട് എന്താണ്, സീറ്റിൽ ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ ഹാൻഡിലിന്റെ ബാലൻസ് പോയിട്ട് നിലത്ത് വീണ് നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത സെക്ഷൻ നോക്കാം. എന്താണ്, അമ്മ ഓർ സ്കൂട്ടി ദോനോ ഗിരി ദഡാം. ഓക്കെ, അപ്പൊ എന്താണ്, അമ്മ എന്താണ് ചെയ്തത്, ഫസ്റ്റ് ബ്രേക്കും ആക്സിലേറ്ററും ഒരുമിച്ച് പിടിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താണ്, ബ്രേക്ക് മെല്ലെ വിട്ടപ്പോഴത്തേക്ക് ആക്സിലേറ്റർ ഫുള്ള് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, വണ്ടി സ്പീഡിൽ പോയിട്ട് ബാക്കിലെ ടയറിൽ മാത്രം നിന്നു. അങ്ങനെ ആ ടയറിൽ നിന്നപ്പോൾ എന്തായി, അമ്മയും എന്താണ്, അമ്മയും സ്കൂട്ടിയും കൂടെ മറിഞ്ഞു കെട്ടി താഴെ വീണു. ഓക്കെ, പിന്നെ അടുത്ത എന്താണ് സംഭവിക്കുന്നത്, ടുക്കു കെ സിർ പർ ഗുമഡ് നിക്കൽ ആയ. എന്താണ്, ടുക്കു സൈക്കിളിൽ നിന്ന് വീണപ്പോ സിർപ്പർ എന്ന് പറഞ്ഞാൽ എന്താ, തലയിൽ, ഗുമണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മുഴ വന്നു. ഓക്കെ, അമ്മ കി കോഹിനി ഓർ ഗുഡിനെ ചിൽ ഗേ. എന്താണ്, അമ്മേന്റെ കോഹിനി എന്ന് പറഞ്ഞാൽ എന്താ, കൈമുട്ട് പൊട്ടിയിട്ട് എന്താണ്, ഗുഡിനെ ചീൽഗേ എന്ന് പറഞ്ഞാൽ തൊലി പൊളിഞ്ഞു പോയി. രാത് കോ ദോനോ ബിസ്തർ പെർ ലേട്ടേ തേ. രാത്രി രണ്ടുപേരും ബിസ്തർ എന്താണ്, ബെഡില് കിടക്കുകയായിരുന്നു. അമ്മ ബോലി, അമ്മ പറഞ്ഞു. ആപ് നഹി ചലാവൂങ്കി സ്കൂട്ടി ലോഗ് ഹസ് രഹേ തേ. എന്താണ്, രാത്രി ഇപ്പം ഇവര് സ്കൂട്ടിയിൽ നിന്ന് സൈക്കിളിൽ നിന്നൊക്കെ വീണു, ഇവരെന്താണ്, ടയേർഡായി. രാത്രി ഇവർ രണ്ടുപേരും ഒരുമിച്ച് കട്ടിലിൽ കിടക്കാൻ നേരത്ത് അമ്മ ടുക്കുവിനോട് പറയാണ്, ആ ചലാവുങ്കി സ്കൂട്ടി ലോഗ് ഹസ് രഹേത്തെ മുജെ ഗിർത്താ ദേക്കർ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ സ്കൂട്ടിയിൽ നിന്ന് വീണപ്പോൾ ആൾക്കാരെല്ലാരും എന്നെ കളിയാക്കി, നിങ്ങൾക്ക് സ്കൂട്ടി ഓടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ആപ് നഹി ചലാവൂങ്കി സ്കൂട്ടി. എന്താണ്, നിങ്ങൾക്ക് സ്കൂട്ടി ഓടിക്കാൻ കഴിയില്ല. ലോഗ് ഹസ് രഹേത്തെ. എന്താണ്, ആൾക്കാർ എന്നെ നോക്കി ചിരിക്കുകയായിരുന്നു. എന്തിനാണ്, മുജെ ഗിർത്താ ദേക്കർ, ഞാൻ സ്കൂട്ടിയിൽ നിന്ന് വീഴുന്ന കണ്ടിട്ട് ആൾക്കാര് ചിരിച്ച് കളിയാക്കുകയായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഗിർ ഗയേ തോ ക്യാ മസാ തോ ആയാ. വീണാൽ ഇപ്പൊ എന്താ, ചിരി വന്നു എന്നാണ് ആര് പറയുന്നത്, ടുക്കു പറയുന്നത്. വീണാൽ ഇപ്പൊ എന്താ, നമുക്ക് വീഴുന്ന കാണുമ്പോ ചിരി വന്നു എന്നുള്ള രീതിയിലാണ് ടുക്കു ഇവിടെ പറയുന്നത്. അടുത്ത എന്താ സംഭവിക്കുന്നത് നോക്കിയാലോ. ഇതാണ് അമ്മ സ്കൂട്ടിയിൽ നിന്ന് വീണിട്ടിരിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ബാത് തോ സഹി ഹെ. स्कूटी पर बैठकर मुझे लगा कि मैं हवा में तैर रही हूँ. दोनों ने तय किया कि कल फिर कोशिश करेंगे. दोनों एक दूसरे के गले में बाहें डालकर सो गए. अम्मा ने सपने देखा वो टुकु को स्कूटी पर बिठाए स्कूल छोड़ने जा रही है. उसी वक्त टुकु भी एक सपना देख रहा था कि वो अम्मा को साइकिल पर बिठाकर बाजार घुमा रहा है. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പം ടുക്കു തൊട്ടു മുന്നേ പറഞ്ഞു എന്താണ്,
സ്കൂട്ടിയിൽ നിന്ന് വീഴുന്നത് കാണാൻ രസമുള്ള കാര്യമാണ്, അതിൽ ചിരിക്കേണ്ട കാര്യമില്ല എന്ന് ടുക്കു പറയാണ്. അപ്പൊ അമ്മ പറയാണ് അത് ശരിയാണ്, ആ കാര്യം ശരിയാണ്, ബാത്ത് തോ സഹി ഹെ എന്ന് അമ്മ പറയാണ്. സ്കൂട്ടി പർ ബിട്ടാക്കർ മുझे लगा कि मैं हवा में तैर रही हूँ. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? സ്കൂട്ടിയിൽ ഇരിക്കുമ്പോൾ, സ്കൂട്ടി പർ ബൈട്ട് കർ, സ്കൂട്ടിയിൽ ഇരിക്കുമ്പോൾ മുझे എനിക്ക് എന്ത് തോന്നുന്നു? മുझे लगा कि എന്താണ്, എനിക്ക് എന്ത് തോന്നുന്നു? ഞാൻ വായുവില് പൊങ്ങി നിൽക്കുവാണ് അല്ലെങ്കിൽ പൊങ്ങി കിടക്കുവാണെന്ന് അമ്മയ്ക്ക് തോന്നുകയാണെന്ന് ഇവിടെ പറയാണ്. दोनों ने तय किया कि कल फिर कोशिश करेंगे. അപ്പൊ എന്താണ്, രണ്ടുപേരും തൈ എന്ന് പറഞ്ഞാൽ എന്താണ്? തീരുമാനിച്ചു അല്ലെങ്കിൽ നിശ്ചയിച്ചു. എന്താണ്? നാളെ, കൽ എന്ന് പറഞ്ഞാൽ നാളെ, ഇനിയും ഫിർ പിന്നെയും എന്ത് ചെയ്യും? പരിശ്രമിക്കും എന്ന് പറയാണ്. ദോനോനെ തൈ കിയാ കി കൽ ഫിർ കോഷിഷ് കരേങ്കെ, എന്താണ്? നാളെ വീണ്ടും എന്താണ് ഓടിച്ച് ട്രൈ ചെയ്യുമെന്ന് രണ്ടുപേരും ഉറപ്പിച്ച് തീരുമാനമെടുത്തു. दोनों एक दूसरे के गले में बाहें डालकर सो गए. അപ്പൊ എന്താണ്, രണ്ടുപേരും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് അവര് ഉറങ്ങി. ഓക്കെ, ദോനും ഏക് ദൂസരെ അങ്ങോട്ടും ഇങ്ങോട്ടും, അമ്മയും മോനും, ഗലെ എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും തോളോടിട്ടിട്ട് സോഗേ എന്ന് പറഞ്ഞാൽ എന്താ, ഉറങ്ങി പോകുക. ഓക്കെ, അമ്മാനെ സ്വപ്നെ ദേക്കാം. ഇപ്പൊ എന്താണ്, അമ്മ ഒരു സ്വപ്നം കാണാണ്. എന്ത് സ്വപ്നാണ് കാണുന്നത്? वो टुकू को स्कूटी पर बिठाए स्कूल छोड़ने जा रही है. അപ്പൊ അമ്മ എന്ത് സ്വപ്നമാണ് കാണുന്നത്? ടുക്കുവിനെ അമ്മേന്റെ സ്കൂട്ടീന്റെ ബാക്കിൽ ഇരുത്തിയിട്ട് അവനെ സ്കൂളിൽ കൊണ്ടുപോയി വിടുന്ന ഒരു സ്വപ്നമാണ് അമ്മ ഉറങ്ങുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സ്കൂട്ടി പർ ബിട്ടായെ, സ്കൂട്ടിയിൽ ഇരുത്തിക്കൊണ്ട്, സ്കൂൾ ചോടന എന്ന് പറഞ്ഞാൽ എന്താ? സ്കൂളിൽ കൊണ്ടുവിടുക. ഓക്കെ, ഉസി വക്ത് ടുക്കു ബി ഏക് സപ്ന ദേഖ് രഹാ താ. അതേ സമയത്ത് ഉറങ്ങുമ്പോൾ ടുക്കു എന്താണ്, ഒരു സ്വപ്നം കാണുവാണ്. എന്താണ് സ്വപ്നം? कि वो अम्मा को साइकिल पर बिठाकर बाजार घुमा रहा है. അപ്പൊ എന്താണ്, ടുക്കു എന്താണ് സ്വപ്നം കാണുന്നത്? അമ്മേനെ സൈക്കിളിൽ ഇരുത്തിയിട്ട് മാർക്കറ്റിലെല്ലാം ചുറ്റിച്ച് മാർക്കറ്റ് മൊത്തം കറങ്ങുകയാണ്. ഓക്കെ, അപ്പം ഇതാണ് കഹാനി. ഇപ്പൊ ഈ കഹാനിയിലെ മെയിൻ ക്യാരക്ടേഴ്സ് രണ്ടുപേരാണുള്ളത്. ഒന്ന് ടുക്കു, പിന്നെ എന്താണ്, ടുക്കുവിന്റെ അമ്മ. ഓക്കെ, ഈ രണ്ട് പേരും എന്തായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം? അമ്മയ്ക്ക് സ്കൂട്ടി ഓടിക്കാനും അതേപോലെ മോനായിട്ടുള്ള ടുക്കുവിന് സൈക്കിൾ ഓടിക്കാനുമാണ് ആഗ്രഹം. അങ്ങനെ ഇവരുടെ ഈ ആഗ്രഹം കാരണം അമ്മ എന്ത് ചെയ്തു? ടുക്കുവിന് ഒരു സൈക്കിളും അമ്മയ്ക്കൊരു സ്കൂട്ടിയും വാങ്ങി. അത് കഴിഞ്ഞിട്ട് എന്താണ്, ടുക്കു പിറ്റത്തെ ദിവസം എന്താണ്, ടുക്കു അമ്മയും കൂടെ സൈക്കിളും സ്കൂട്ടിയും ഓടിക്കാൻ വേണ്ടി ആദ്യം പരിശ്രമിക്കുകയാണ്. അപ്പൊ ടുക്കുവിന് ആദ്യത്തെ പെഡലിലേക്ക് കാല് വെച്ചിട്ട് സൈക്കിളിലേക്ക് കയറിയിരിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? ഹാൻഡിലെ ബാലൻസ് പോയിട്ട് ടുക്കു നിലത്ത് വീണിട്ട് അവന്റെ തലയിലൊരു മുഴ വരികയാണ്. ഓക്കെ, അതേപോലെ തന്നെ അമ്മ എന്ത് ചെയ്യാണ്? സ്കൂട്ടി അവർക്ക് ഓടിക്കാൻ അറിയില്ല എങ്കിലും അവർ സ്കൂട്ടി ഓടിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. എങ്ങനെയാണ്? ഹാൻഡിൽ രണ്ടും മുറുകെ പിടിച്ച് ബ്രേക്കിലും ആക്സിലേറ്ററും ഫുള്ള് കൊടുത്ത് പിടിച്ച് നിൽക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ബ്രേക്കിൽ കൈവയ്ക്കുന്ന കാരണം തന്നെ എന്താണ്, വണ്ടി മൂവ് ചെയ്യില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? ബ്രേക്കിൽ നിന്ന് കൈ എടുത്തപ്പോഴത്തേക്കും എന്താണ്, വണ്ടി സ്പീഡ് കൂടിയിട്ട് എന്ത് ചെയ്തു? ബാക്കിൽ ഒറ്റൊരു ടയറിൽ തന്നെ പൊന്തി നിൽക്കുകയാണ് ചെയ്തത്. ഓക്കെ, അങ്ങനെ എന്താണ്, ആ സ്കൂട്ടിയിൽ നിന്ന് അമ്മയും സ്കൂട്ടിയും കൂടെ നിലത്തേക്ക് വീണ് അവരുടെ കൈമുട്ടിൽ നിന്ന് എന്താണ്, തൊലി പോയിട്ട് രക്തമൊക്കെ വരുന്ന ഒരു ഇതാണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ്, അന്ന് രാത്രി അവർ കിടക്കുന്നതിന് മുന്നേ എന്താണ് തീരുമാനിക്കുന്നത്? നാളെയും ഇവർ ഇതേപോലെ പരിശ്രമിക്കും. അവര് ഇപ്പൊ ഈ സ്കൂട്ടി ഓടിക്കുന്ന സമയത്ത് സ്കൂട്ടി ഓടിക്കാൻ പറ്റാതെ സ്കൂട്ടിയിൽ നിന്ന് വീഴുന്ന കണ്ടിട്ട് ആൾക്കാരൊക്കെ അമ്മേനെ കളിയാക്കിയാലും ഇവർ രണ്ടുപേരും രാത്രി കിടക്കുന്നതിന് മുന്നേ എന്ത് തീരുമാനിച്ചു? നാളെയും നമ്മൾ ഇതിനു വേണ്ടി സ്കൂട്ടിയും സൈക്കിളും ഓടിക്കാൻ വേണ്ടി പരിശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ അവർ ദൃഢനിശ്ചയത്തോടെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഉറക്കത്തിൽ രണ്ടുപേരും എന്താണ് സ്വപ്നം കാണുന്നത്? അമ്മ മകനെ സ്കൂട്ടീന്റെ ബാക്കിൽ ഇരുത്തി സ്കൂൾ കൊണ്ടുവിടുന്നതായിട്ട് അമ്മ സ്വപ്നം കാണുകയും അതേപോലെ മകൻ അമ്മയെ സൈക്കിളിന്റെ ബാക്കിൽ ഇരുത്തിയിട്ട് മാർക്കറ്റ് മൊത്തം ചുറ്റി കാണിക്കുന്നതുമായിട്ടുള്ള സ്വപ്നമാണ് ടുക്കു കാണുകയും ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോയിലൂടെ എന്താണ് ചെയ്ത ഈ സ്റ്റോറി മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.